ലിയോണൽ മെസ്സി ആരാണെന്നും മെസ്സിയുടെ സ്റ്റോറി എന്താണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് തന്റെ 11ാം വയസ്സിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്നുള്ള രോഗം ബാധിച്ച വ്യക്തിയായിരുന്നു ലിയോണൽ ആൻഡ്രിയാസ് മെസ്സി. അതായത് തന്റെ വളർച്ച മുരടിച്ചു പോകുന്ന ഒരവസ്ഥ. ചെറുപ്പം മുതലേ ഫുട്ബോളിൽ ഭയങ്കര ടാലന്റ് കാണിച്ച ഒരു കുട്ടിയായിരുന്നെങ്കിൽ കൂടി ഈ ഒരു അസുഖം തന്റെ കരിയറിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോ മെസ്സിന്റെ ഈ ഒരു രോഗം ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്റെ ഫാമിലിക്ക് കുറച്ച് കഷ്ടപ്പാടുള്ള പ്രശ്നമായിരുന്നു. അത്ര ദരിദ്രരല്ലെങ്കിൽ കൂടി മെസ്സിയുടെ ഈ ഒരു രോഗം ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ കൊക്കിന് ഒതുങ്ങാത്തൊരു കാര്യമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മെസ്സിയുടെ ഈ ഒരു ടാലന്റും വളർത്തിയെടുക്കണം, ഇതിലൂടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് മെസ്സി കറന്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബായിട്ടുള്ള ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബിനെയും അതിനുശേഷം അർജന്റീനയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള റിവർ പ്ലേറ്റിനെയൊക്കെ ഈ ഫാമിലി സമീപിച്ചിട്ടുണ്ട്. പക്ഷെ മെസ്സിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവരെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് മെസ്സി ബാർസലോണയുടെ റഡാറിൽ പെടുന്നത്. അതായത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള നാപ്കിൻ കോൺട്രാക്ട് ഒക്കെ ഇവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് മെസ്സി എന്ന് പറഞ്ഞാൽ ഹൈലി ടാലന്റഡ് ആണ്, അത് കൃത്യമായി ബാർസ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തോളാം എന്നുള്ള അടിസ്ഥാനത്തിൽ അവര് കോൺട്രാക്ട് ഒപ്പിടുന്നത് ഒരു നാപ്കിനിലാണ്. നാപ്കിൻ എന്താണെന്നറിയില്ല, നമ്മളൊക്കെ കൈ ഉടക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ലേ, അതില്. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മെസ്സിയുടെ ഫാമിലി കംപ്ലീറ്റ്ലി സ്പെയിനിലോട്ട് ഷിഫ്റ്റ് ആവേണ്ടി വരും. അതായത് അർജന്റീനയിൽ നിന്ന് മാറി ബാർസയിലോട്ട് സ്ഥലം മാറണം. അന്ന് അങ്ങനെ അർജന്റീനയിൽ നിന്ന് ബാർസയിലോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം നടന്നതൊക്കെ ചരിത്രമാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയർ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയോണൽ മെസ്സിക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പക്ഷേ മെസ്സിയും മെസ്സിയുടെ ഫാമിലിയും ഈ ഒരു ടാലന്റ് വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്ന് അറിയുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഫുട്ബോളൊക്കെ ഒഴിവാക്കി ഈ രോഗം എങ്ങനെങ്കിലും ട്രീറ്റ് ചെയ്ത് അത് ഭേദപ്പെടുത്തി നോർമലായിട്ട് ജീവിച്ചു പോകാൻ ശ്രമിക്കും. പക്ഷെ അവർ ചെയ്തത് അതല്ല. മെസ്സിയും മെസ്സിയുടെ ഫാമിലിയും, അതായത് പാരൻസ് അവന് കൂടുതൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായം ചോദിക്കാൻ പറ്റുന്നിടത്തൊക്കെ അവർ പോയി ചോദിച്ചു. അതിൻ്റെ ഇടയിലാണല്ലോ അവർ ബാർസയിൽ എത്തിയിട്ടുള്ളത്. ഒന്നത്, അവരൊരിക്കലും അവരുടെ ടാലന്റിനെ വില കുറച്ച് കണ്ടിട്ടില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, അവർക്ക് ബാർസയുടെ ഒരു ഓഫർ വരുമ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ബാർസയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ആ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കി, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണോ നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒഴിവാക്കി പോവാ എന്ന് പറയുന്നത്? അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് വാട്ട് ഇഫ് മെസ്സി ബാർസയിൽ എത്തിയിട്ട് അവിടെ സക്സീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ? അത് അവരെടുത്ത ഏറ്റവും വലിയ റിസ്ക് ആണ്. അതാണ് പറഞ്ഞത്, മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അർജന്റീനയിൽ നിന്ന് ബാർസയിലോട്ട് ഒരു ഉറപ്പില്ലാതെ അവർ ഷിഫ്റ്റ് ചെയ്തതാണ്. സ്റ്റിൽ ആ റിസ്ക് എടുത്തോണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ലിയോണൽ മെസ്സി ഉണ്ടായിട്ടുള്ളത്. അവരുടെ ടാലന്റിന് വേണ്ടി അവർ നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു റിസ്ക് കാരണമാണ് അവരുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറി പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാല്, നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആരെ വേണമെങ്കിലും എടുത്തു നോക്കിയാലും എല്ലാവർക്കും ഇതുപോലൊരു വ്യത്യസ്തമായ തീരുമാനങ്ങളും അവരെടുത്തൊരു റിസ്കിന്റെ കഥയെ നിങ്ങൾക്ക് മുമ്പിൽ പറയാണ്ടാവും. അതായത് ആരും അധികം എടുക്കാൻ ധൈര്യപ്പെടാത്ത തീരുമാനങ്ങളും അവരെടുത്ത റിസ്ക്കും കാരണം മാത്രമാണ് ഇന്ന് കാണുന്ന മെസ്സി ഉണ്ടായിട്ടുള്ളത്. അവർ ആ തീരുമാനങ്ങൾക്ക് പകരം സാധാരണ ഒരാൾ ചിന്തിക്കുന്ന പോലെ എന്തിനാണ് വെറുതെ റിസ്ക് എടുത്ത് ലൈഫ് കോഞ്ഞാട്ടാക്കുന്നതെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന മെസ്സി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുണ്ടാവാൻ കാരണം അവരെടുത്ത റിസ്കുകളാണ്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇഫ് യു ഡു വാട്ട് എവ്രി വൺ എൽസ് ഈസ് ഡൂയിങ് യു ഗോണ ഗെറ്റ് വാട്ട് എവ്രി വൺ എൽസ് ഈസ് ഗോണ ഗെറ്റ്. മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടും മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഗ്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മറ്റാരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഇതിലുള്ള ഏറ്റവും വലിയ ഹാർഡ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്ന റിസ്ക്കുമാണ്. ജീവിതത്തിൽ കൂടുതൽ ആൾക്കാരും എടുക്കാൻ പേടിച്ചു പോകുന്ന ഒരു തീരുമാനങ്ങളാണ് റിസ്ക്കും, അതേപോലെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനങ്ങളും. അപ്പോ ഈ ഒരു തീരുമാനങ്ങളും ഈ ഒരു റിസ്ക്കും എടുക്കാൻ ധൈര്യപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്ന ഗ്രേറ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞാല്, ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി റിസ്ക് എടുക്കേണ്ടി വരും. നിങ്ങൾ ഡെഫിനറ്റ്ലി മറ്റാരും എടുക്കാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ റിസൾട്ട് മാത്രമാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതും അതേ കാര്യങ്ങളാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.